നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മനസ്സിലാവും. എവിടെയെങ്കിലുമൊക്കെ ഷെയ്ഡായിട്ട് ഇരിപ്പുണ്ടെങ്കിലോ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ പെയിൻ്റ് അടിച്ച് ക്ലിയർ കോട്ട് അടിച്ചിട്ടുണ്ട്. ലൈറ്റിനൊക്കെ ക്ലിയർ കോട്ട് അടിച്ചു. മങ്ങിയ ലൈറ്റൊക്കെ നല്ല അടിപൊളിയാകാൻ വേണ്ടി ക്ലിയർ കോട്ട് അടിച്ചു വിട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ പരിപാടി റണ്ണിങ് ബോർഡ് ഡോറിനടിക്കണോ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കളർ മാച്ച് ആകുന്നില്ലെങ്കിൽ നമുക്ക് അടിക്കാം. അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ താഴോട്ട് പോയിട്ട് അതങ്ങ് അടിച്ചു വിടാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ജാക്ക് നിങ്ങൾ ഇവിടെ കൊണ്ടുപോയി വെക്കരുത്. ജാക്ക് ഇതിൻ്റെ അടി കയറ്റി വെക്കണം. ഇവിടെ ഈ മാർക്കിംഗ് ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ ബോഡിയിൽ കയറ്റി വെക്കണം. ജാക്ക് ഇവിടെ വെക്കുന്നത് കാരണമാണ് ഈ സംഭവം ഇവിടെ ഇങ്ങനെ ഡാമേജ് ആകുന്നത്. അവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ പുട്ടിയിട്ട് NC പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് ചെറിയൊരു കോട്ട് ബേസ് കോട്ട് എന്ന രീതിയിൽ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നതാണ്. ചെറിയൊരു കോട്ട് ഇവിടെയൊക്കെ ഉണ്ട്, ഈ പോർഷനിൽ ലൈറ്റായിട്ട്. പുറകിൽ മൊത്തമായിട്ട് പെയിൻ്റ് അടിച്ച് ക്ലിയർ കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി ഒന്ന് പോളിഷും കൂടി ചെയ്യുകയാണെങ്കിൽ, പോളിഷ് ചെയ്യാനുള്ള ചെറിയൊരു DIY സെറ്റപ്പ് റെഡിയാക്കുന്നുണ്ട്. എല്ലാം സ്വന്തം പരിപാടി. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു പരുപരുപ്പുണ്ട്, ചെറിയൊരു പരുപരുപ്പ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ കുറവായിട്ടാണ്. നമ്മുടെ ഗണ്ണ് സെറ്റപ്പ് ഇതാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസുകൾ കാണുക. മൊത്തം വർക്കും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഞാനവിടെ മൊത്തം പണി ഞാൻ എടുത്തതാണ്. എന്ത് പണിയാണ്? എൻജിൻ്റെ പണി, എല്ലാ പണിയും ഞാൻ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസുകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗണ്ണ്. ഇത് 1.4 ആണ് എന്നാണ് തോന്നുന്നത്, കൃത്യമായിട്ട് അറിയത്തില്ല, ഇതിൽ എഴുതിയിട്ടൊന്നുമില്ല. ഞാൻ ഒരുപാട് ഗണ്ണുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും അങ്ങ് സെറ്റായില്ല. ഇലക്ട്രിക്കലിൻ്റെ ഗണ്ണൊക്കെ വാങ്ങിച്ചു. ഇലക്ട്രിക്കലിനൊന്നും വാങ്ങിക്കരുത്, ഇതിൽ പെയിൻറ്റ് കൺസപ്ഷൻ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഹീറ്റ് ആകുകയും ചെയ്യും. ഇത് ഞാൻ മീഷോയിൽ വാങ്ങിച്ചാണ്, 500 രൂപയാണ്. 250 ml ക്യാനും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് വെച്ചാണ് ഈ അടി മൊത്തം പെയിൻറ്റും ക്ലിയറും എല്ലാം ഇത് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചത്. 1.4 ആയിരിക്കണം, കോമൺ ആയിട്ട് വരുന്ന ആ സൈസാണല്ലോ. ഞാൻ വാങ്ങിച്ചത് 200 പെയിൻ്റായിരുന്നു. ഒരു 125 നമ്മൾ ഫ്രണ്ടും ബാക്കും അടിച്ചു. ഇനി ഒരു 75-80 അടുത്ത് പെയിൻറ്റ് ബാക്കിയുണ്ട്. ചിലപ്പം നമ്മൾക്ക് 4 ഡോറിന് അടിക്കാൻ തികയും, റണ്ണിങ് ബോർഡ് ഇവിടെയൊക്കെ അടിക്കാൻ തികയും. മിക്സ് ചെയ്തിരിക്കുന്നത് 1:1 ആണ്. PU തിന്നറാണ്. 1:1 ആക്കിയത് കുറച്ച് ലൂസായി ലൈറ്റായിട്ട് അടിക്കാൻ വേണ്ടിയാണ്. 1 ലിറ്ററിന് 800 അല്ലെങ്കിൽ 750 PU തിന്നർ മതി. PU തിന്നറിൻ്റെ വില ഇതാണ്. ഇത് നിപ്പോണിൻ്റെ പെയിൻ്റാണ്. സ്മെല്ല് കുറവ്, ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞ് തന്നത്. നമുക്ക് ഐഡിയ ഇല്ല. ചീപ്പ് ആൻഡ് ബെസ്റ്റ് നമുക്കൊക്കെ. ചാടിപ്പോയി. ഇങ്ങനെ അടി നടക്കുള്ളൂ. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇന്ന് നല്ല വെയിലുണ്ട്. പെയിൻ്റ് അടിച്ച് ഏകദേശം ഒരു 3 മണിക്കൂറായി. ഇത് ക്ലിയർ കോട്ട് അടിച്ച് നിർത്തിയത്, ഇത് ക്ലിയർ കോട്ട് അടിക്കാതെയുള്ളത്. ജസ്റ്റ് ഒരു കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അകത്തെ കളറുണ്ടല്ലോ, ഇതാണ്. നമ്മളിതിൻ്റെ ക്ലിയർ കോട്ട് മാത്രം അങ്ങ് ഒരു 600-ൻ്റെ പേപ്പർ വെച്ചങ്ങ് പിടിച്ചു. ഇതുണ്ട്, ഇവിടെ ചെറിയ മാർക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിന്ന് ഡീപ്പല്ല. ഇത് എനിക്ക് തോന്നുന്ന പെയിൻ്റ് അടിക്കേണ്ടെന്നാണ്. നമ്മൾക്കൊന്ന് മൊത്തത്തിലൊന്ന് പേപ്പറിട്ട് പിടിച്ചിട്ട് നോക്കാം. അതിനുശേഷം ഒരു ക്ലിയർ ഇതിൻ്റെ മുകളിൽ അടിച്ച് വിടുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്.
ഈ പാനലിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ പുതിയ പെയിൻ്റ് അടിച്ചതാണ്. ഇനി നമ്മൾക്ക് ക്ലിയർ അടിക്കാം. ഇത് മെറ്റാലിക് പെയിൻ്റാണ്, മെറ്റാലിക് ഷാമ്പയിൻ ഗോൾഡ്. തിന്നർ കുറച്ച് കൂട്ടിയിട്ടാണ് അടിച്ചത്. നമ്മുടെ ഗണ്ണിൻ്റെ പ്രഷർ കുറവാണല്ലോ, അപ്പോഴിനി ക്ലിയർ അടിക്കാം. ഈ ഒരു ഏരിയ പെയിൻ്റ് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെയിൻറ്റ് കുറവ് മതി, പക്ഷേ മാസ്ക് ചെയ്യണം. ഈ ഒരു ഭാഗം, ഈ സാധനം, ഇത് മാസ്ക് ചെയ്യണം. മാസ്ക് ചെയ്യാനായിട്ട് മാസ്കിങ് ടേപ്പുണ്ട്, പേപ്പർ ടേപ്പാണ്. ഇതിന് 60 രൂപയായി കേട്ടോ. ഈ ടേപ്പിന് ഭയങ്കര വിലയാണ്, പേപ്പർ ടേപ്പിന്. അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം അടുത്തത്, എന്തുകൊണ്ട് സെലോ ടേപ്പും കൊണ്ട് ഉപയോഗിച്ചുകൂടാ? ഇതിന് 25 രൂപ. അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കടയിൽ അവർ പറഞ്ഞാൽ ഇതുകൊണ്ട് നടക്കത്തില്ല. അങ്ങനെ പറഞ്ഞത് കാരണം ഇതങ്ങ് ഞാൻ വാങ്ങിച്ചു 25 രൂപയ്ക്ക്. നോക്കാമല്ലോ, ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതുകൊണ്ട് നടക്കില്ല? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എഡ്ജ് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് ലൈറ്റുള്ള സ്ഥലമാണെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ എഡ്ജ് എവിടെയാണോ മാർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ എഡ്ജ് കൃത്യമായിട്ട് ട്രാൻസ്പെറൻ്റ് അല്ലേ, അതുകൊണ്ടായിരിക്കണം. നമുക്കിനി ക്ലിയർ അടിക്കാം. ഈ ഭാഗത്ത് കണ്ടോ, ക്ലിയർ അടിച്ചതാണ്. ഇവിടെ ജസ്റ്റ് പെയിൻ്റ് അടിച്ചത്. ക്ലിയർ കോട്ട് മെല്ലെ ഇളക്കുക. നമ്മൾ 120ൻ്റെ പേപ്പർ, അത് കഴിഞ്ഞ് ഒരു 600ൻ്റെ പേപ്പർ വരെ ഇട്ട് മെല്ലെ, ചെറിയ സ്ക്രാച്ചൊക്കെ ഉള്ളെങ്കിൽ 400 600 ഈ പേപ്പറൊക്കെ ഇട്ടാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിടിക്കുക. പിടിച്ചിട്ട് നമ്മൾ വരയ്ക്കുമ്പം വെളുത്ത കളർ ഇളകി പോകും. ആ വെളുപ്പ് കളർ മാറിയിട്ട് വണ്ടിയുടെ കളർ ഇളകി പോകുന്ന ഒരു സമയത്തോട്ട് വരും. വെളുത്ത കളർ മാറുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിയർ പോയ സ്ഥലങ്ങൾ. അങ്ങനെ ക്ലിയർ മാറ്റിയതിന് ശേഷം നമ്മൾ വണ്ടിയുടെ പെയിൻറ്റ്, മെറ്റാലിക് പെയിൻറ്റ് തന്നെ ജസ്റ്റ് ഒന്ന് പൂശി വിട്ടതേ ഉള്ളൂ. നല്ല വൃത്തിയായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു പൂശിയിട്ട് ഇനി നമുക്ക് ക്ലിയർ അടിക്കാം. സൈഡൊക്കെ നമ്മൾ ക്ലിയറും അടിച്ചു, പെയിൻറ്റ് പിടിച്ചു, ക്ലിയറും അടിച്ചു. വലിയ കുഴപ്പമില്ല.